ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കത്തി റോളാണ് കേട്ടോ. പനീർ കത്തി റോളാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിലേക്ക് 1 കപ്പ് ഇളം ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് നമുക്കത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ നനവിനനുസരിച്ച് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അവസാനം 2 ടേബിൾ സ്പൂൺ അതിൽ ബാക്കി വന്നിട്ടുണ്ട്. ഇനി കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇപ്പം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടേ ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് ഇടിച്ച് പരത്തി കുത്തി നിങ്ങൾ കുഴച്ചെടുത്തോളി. പിന്നെ പരത്തിയെടുത്ത മാവ് ഇങ്ങനെ നമുക്ക് 5 പോർഷനാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുഴക്കുമ്പോൾ നമ്മൾ യാതൊരു പിശുക്കത്തലും കാണിക്കുന്നത് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണേ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ ഇല്ലേ, അങ്ങോട്ട് പരത്തുന്ന സമയത്ത് ഇങ്ങോട്ട് തന്നെ ചുരുങ്ങി പോരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടില്ലെങ്കിലും പിന്നെ ഇതേപോലെ നമ്മൾ ഉണ്ടിട്ട് നമ്മൾ വീണ്ടും ഒരു 10-20 മിനിറ്റും കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലെങ്കിൽ പുള്ളിക്കാരൻ പരത്തുന്ന സമയത്ത് അങ്ങോട്ട് പരത്തുമ്പോൾ ഇങ്ങോട്ട് ചുരുങ്ങിപ്പോരും. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വയ്ക്കുക. ഇനി നല്ലൊരു ടവൽ നന്നായിട്ട് നനച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം കേട്ടോ മൂടി വെക്കാൻ. വെള്ളത്തൊഴി മൂടി വെക്കരുത്. ഒരു ബൗളിലേക്ക് നമുക്ക് നല്ല കട്ടത്തൈര് 1/3 കപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ തന്നെ, മസ്റ്റർഡ് ഓയിൽ 2 ടേബിൾ സ്പൂണാണ്. കടുകെണ്ണ ഇഷ്ടമില്ലാത്തവർ സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി. 1 ടീസ്പൂൺ ഉപ്പുപൊടി, ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ. ഇനി നമുക്ക് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടകളൊന്നും ഇല്ലാണ്ട് നമ്മുടെ തൈരില്ലേ, തൈരിൻ്റെ അകത്ത് ഒട്ടും കട്ടകളൊന്നും ഉണ്ടാവരുത് കേട്ടോ. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണേ. അതിലേക്ക് 250 ഗ്രാം പനീറാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് പനീർ പൊട്ടിപ്പോവാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എല്ലാവിടെയും ഇതിൻ്റെ മസാല കോട്ടാവണ പോലെ മിക്സ് ചെയ്യുമ്പോൾ പനീർ പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. ഓയിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന പനീറില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആദ്യം കുറച്ച് നേരത്തിന് പുള്ളിക്കാരൻ തൊട്ട് കളിക്കാൻ പോകരുത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയും പനീറൊക്കെ ഒന്ന് നന്നായി മിക്സായി നന്നായിട്ട് മസാല പനീറിൽ കോട്ടായിട്ട് വറ്റി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ പനീറിൽ മസാലയൊക്കെ നന്നായിട്ട് കോട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ചെറിയ മീഡിയം സൈസ് സവാളയാണ് പാതി കട്ട് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അത് ചേർക്കുക. അതോടൊപ്പം തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത പീസുകൾ, അതേപോലെ തന്നെ ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തത്, അതിൻ്റെ ഉള്ളിലത്തെ കഴമ്പൊക്കെ എടുത്ത് കളഞ്ഞേക്ക് കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഈ സവാളയും തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ അല്ലേ ഒന്ന് ഈ പനീറിൻ്റെ കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. നമ്മളിതിങ്ങനെ വെന്ത് കുഴയാൻ പാടില്ലേ, അതിൻ്റെ ക്രഞ്ചിനെസ് നഷ്ടപ്പെടാൻ പാടില്ല. ജസ്റ്റ് ഇതൊന്ന് മിക്സാക്കി എടുക്കുക. ഒന്ന് വാടി വരാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബോൾ എടുക്കുക. നന്നായിട്ട് കനം കുറച്ചങ്ങോട്ട് പരത്തിയെടുക്കുക തന്നെ. ഇത്രയും കനം കുറച്ച് പരത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് നെയ്യും ഓയിലും കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഡിലീറ്റ് ആയി പോയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മൈദ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ പൊറോട്ട ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ ഇതുപോലെ ചുറ്റിയെടുക്കുക. അതിൻ്റെ അറ്റം ഭാഗം അടിയിൽ വെച്ച് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും പരത്തിയെടുക്കുക കേട്ടോ. ഈ തവ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ടയില്ലേ, അത് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യത്തെ വശത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ കുമ്മളകൾ വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓയിലും നെയ്യും കൂടെ മിക്സാക്കി വെച്ചിട്ടില്ലേ, അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പക്ഷേ അതുപോലെ വെന്ത് വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഭാഗം കൂടെ വെന്ത് വരുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ നെയ്യ് ഒന്നുകൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ വശം കൂടി വെന്ത് വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് മറിച്ചിടണേ. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇവനെ തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ ഒന്നും ഇങ്ങോട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ പൊറോട്ട തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഒന്നുകൂടി ഒന്ന് മുറിച്ചിട്ടിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ തവയിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി ഈ പൊറോട്ടയുടെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീറിൻ്റെ ഫില്ലിങ്ങില്ലേ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിവനെ ചുരുട്ടി മടക്കി അങ്ങോട്ട് എടുക്കുക തന്നെ. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ഉറപ്പായിട്ടൊരു കമൻറ്റെങ്കിലും നിങ്ങൾ ചെയ്യണേ.